റോണോയെ ബെഞ്ചിലിരുത്തണം. അയാളെ ടീമിലെടുത്തത് തന്നെ വലിയ തെറ്റാണല്ലോ. എതിരാളികളുടെ പോസ്റ്റിൽ പെട്ടിക്കടയിടുന്നവൻ, സ്വന്തം ടീമംഗങ്ങൾക്ക് വരെ ഇഷ്ടമില്ലാത്തവൻ. പോർച്ചുഗലിൻ്റെ ശാപമാണ് റൊണാൾഡോ. വിമർശനങ്ങൾ അങ്ങനെ ഒരുപാടുണ്ടായിരുന്നു. റൊണാൾഡോ എല്ലാം അറിയുന്നുമുണ്ടായിരുന്നു. അയാൾ പക്ഷേ നിശബ്ദനായിരുന്നു. സാഹചര്യം ഒത്തുവരുന്നതിനായി അദ്ദേഹം കാത്തിരുന്നു. അല്ലെങ്കിലും അതാണല്ലോ അയാൾക്ക് ശീലവും. ഒടുവിൽ ആ ദിവസം വന്നെത്തി. ജാവോ കാൻസലയുടെ ലോ ക്രോസ്. പോർച്ചുഗലിൻ്റെ ഒരു കളിക്കാരൻ കൃത്യം പൊസിഷനിലുണ്ട്. അല്ല, അതിലേക്ക് ഓടിയെത്തുന്നത് കാണാം. വലത് കാല് കൊണ്ടൊരു ഫസ്റ്റ് ടൈം ഷോട്ടാണ്. ഉസ്ബെക്കിസ്ഥാൻ്റെ ഗോൾ കീപ്പർ കറങ്ങാൻ സാധിക്കാത്ത വിധം പന്ത് വലയിലേക്ക്. ഹൂസ്റ്റൺ സ്റ്റേഡിയം അക്ഷരാർത്ഥത്തിൽ പൊട്ടിത്തെറിക്കുന്നുണ്ട്. ചരിത്രമാണവർ അന്നേരം കണ്ടുകൊണ്ടിരിക്കുന്നത്. 6 ലോകകപ്പുകളിൽ സ്കോർ ചെയ്യുന്ന ആദ്യത്തെ മനുഷ്യനാണ് അവർ ദർശിച്ചു കൊണ്ടേയിരിക്കുന്നത്. ക്യാമറകൾ പെടുന്നനെ ആ മനുഷ്യൻ്റെ മുഖത്തേക്ക് സൂം ചെയ്തു. അതെ, റൊണാൾഡോയായിരുന്നു അത്. ക്രിസ്ത്യാനോ റൊണാൾഡോ. എന്തൊരു ഗോളാണത്! എന്തൊരു കളിക്കാരനാണത്! അയാൾക്ക് പാസ് കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞ അതേ ബ്രൂണോയുടെ പാസിലായിരുന്നു റൊണാൾഡോയുടെ രണ്ടാമത്തെ ഗോൾ. മധുര പ്രതികാരമാണത്. എനിക്കുറപ്പുണ്ടായിരുന്നു അയാൾക്ക് തിരികെ വരാതിരിക്കാൻ സാധിക്കില്ല എന്ന്. എന്തൊരു തിരിച്ചുവരവായിരുന്നു അത്! ഒരേ റൊണാൾഡോ, ഒരേ ഒരു ക്രിസ്ത്യാനോ. അയാൾക്ക് തുല്യം അയാൾ മാത്രമേ ഉള്ളൂ. എന്തൊരു വൈകാരികതയാണ് കടന്നുപോയത്! ഒരു വേൾഡ് കപ്പ് ഫൈനൽ പോലുമല്ല കളിച്ചത്. എന്നിട്ടും അയാളുടെ വിജയം കാണാൻ മനസ്സങ്ങ് അറിയാതെ തുടിക്കുന്നുണ്ടായിരുന്നു. എന്താണ് അതിനർത്ഥമെന്നറിയില്ല. പക്ഷേ മെസ്സിയെപ്പോലെ റൊണോയുടെ സന്തോഷവും കാണണം. അതിലാണ് എൻ്റെ തൃപ്തി. മനസ്സിൽ നിന്നും എന്തോ ഇറക്കി വെച്ച പോലെയുണ്ട്. മൈതാനത്ത് ഉദിച്ചു നിൽക്കുന്നതിനുള്ള നിമിഷം തന്നെയായിരുന്നു അതിൽ നിന്ന് മോക്ഷവും നൽകിയത്. പുറത്തുള്ള സഹതാരങ്ങളുടെ അടുത്തേക്ക് പോയി സെലിബ്രേറ്റ് ചെയ്യുന്ന നിമിഷം, ആരാധകരോട് സംസാരിക്കുന്ന ദൃശ്യം. നിരാശയിലും അല്പം സന്തോഷമുണ്ട്. നഷ്ടപ്പെട്ട അവസരത്തെ ഓർത്ത് സ്വയം പഴിക്കുന്ന നേരം. അങ്ങനെ മൈതാനത്ത് പൂർണ്ണ നേരവും തേജസ്വനായി കാണപ്പെട്ട റൊണോ അത്രമേൽ ആനന്ദിതമായിരുന്നു. ഏതൊരു ആരാധകനും കണ്ണ് നിറഞ്ഞു പോയി കാണണം. ഇന്നോളം ഫുട്ബോളിൻ്റെ അഡ്രസ്സായിരുന്നവനെ എത്രമാത്രം ഫാൻ ഹെയ്റ്റ് കൊണ്ട് തരം താഴ്ത്താൻ സാധിക്കുമെന്നത് കഴിഞ്ഞ മണിക്കൂറുകളേറെയായി നമ്മൾ ദർശിച്ചു കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതിനെല്ലാം അയാളുടെ മറുപടി നിശബ്ദമായിരുന്നു. പരിഹാസനങ്ങളെ കാലുകൊണ്ട് നേരിട്ടാണല്ലോ അയാൾക്ക് ശീലവും. പക്ഷേ കൂടെ നിൽക്കുന്നവരെക്കുറിച്ച് പുറത്ത് സംസാരിക്കുന്നത് അയാളുടെ കരിയറിനെ പോലും ശല്യമാകുമോ എന്നായിരുന്നു ഭയം. അതിൻ്റെ ഉത്തരമാണ് നമ്മൾ കണ്ടവസാനിപ്പിക്കുന്നത്. ഒറ്റപ്പെടലിൽ നിന്നും ഒറ്റക്കെട്ടിലാണ് പോർച്ചുഗൽ പന്ത് തട്ടിയത്. അതിൻ്റെ ലക്ഷ്യം ഇല്ലാ കഥകൾ സദാ പുലമ്പുന്ന സോഷ്യൽ മീഡിയകൾക്കെതിരെയായിരുന്നു. മെൻഡസും ലിയാവോയും കൂടെ 5 നിർത്തുമ്പോൾ ഒരു ഹാട്രിക്കിനായ ആ പന്ത് അയാളെയും തേടി പലതവണ വരുന്നുണ്ട്. ഒരുപക്ഷെ ലോകം മുഴുവൻ പോലും ആ ആഗ്രഹം പേറിയിട്ടുണ്ടാകണം. അതുണ്ടായില്ല. എങ്കിലും ഹൂസ്റ്റണിൽ മനസ്സ് നിറച്ചൊരു കളിയായിരുന്നു കണ്ടത്. തുടർച്ചയായ 6 വേൾഡ് കപ്പ് യാത്ര, 6ലും ഗോൾ. പോർച്ചുഗലിൻ്റെ എക്കാലത്തെയും ഏറ്റവും മികച്ച ഗോൾ വേട്ടക്കാരനും അയാളായി മാറുന്നുണ്ട്. അയാളെ വിശ്വസിച്ചവരുടെ നാഥനും. റോബർട്ടോ മാർട്ടിനസും പോർച്ചുഗലും ഹാപ്പിയാണ്. ഈ ലോകത്ത് അയാളെ മനസ്സാവരിച്ച് ആരാധിക്കുന്നവരും ഫുട്ബോളിനെ സ്നേഹിക്കുന്നവരും. അയാളുടെ ഇത്തരം തിരിച്ചുവരയുടെ ഹാങ്ങിലാണ് എല്ലാവരും ഇപ്പോൾ. പോർച്ചുഗലിൽ ഇവിടെ തുടങ്ങുകയാണ്. തീർന്നെന്ന് കരുതിയെടുത്തൊന്നും റൊണാൾഡോ. ഇനി അഥവാ എത്ര വിമർശനങ്ങൾ ഉയർന്നു വന്നാലും ഒരു 41-കാരൻ്റെ ശാരീരിക പരിമിതികളോട് സന്ധി ചെയ്യുവാൻ അയാളുടെ മനസ്സനുവദിക്കാത്തിടത്തോളം കാലം ഈ ഗെയിമിനോട് അയാൾക്കുള്ള ഭ്രാന്തമായ അഭിനിവേശത്തെ അടക്കുവാൻ തുടർ തോൽവികൾക്കോ തീവ്ര നൊമ്പരങ്ങൾക്കോ കഴിയാത്തിടത്തോളം കാലം നിങ്ങളുടെ ഓരോ കുത്തുവാക്കുകളുടെ തീരാമഴയെയും ആക്ഷേപങ്ങളുടെ കുന്തമുനകളെയും സദാ തിരിച്ചവരുകൊണ്ട് മറുപടി പറയുന്ന അയാളുടെ മനോഭാവത്തോടെ തന്നെ നേരിട്ട് ഞാൻ ഈ മനുഷ്യനെ എക്കാലത്തും പ്രണയിച്ചുകൊണ്ടേയിരിക്കും. അമേരിക്കൻ മണ്ണിൽ തന്റെ വരവറിയിക്കുന്നു. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് is witnessing the sweep. 6ാം വേൾഡ് കപ്പ് കളിക്കുന്ന 7ാം നമ്പർ ജേഴ്സി ഇടുന്ന 8ാം ലോക മഹാത്ഭുതം റൊണാൾഡോ. ക്രിസ്ത്യാനോ റൊണാൾഡോ. Sweep in Portugal. Uzbekistan.
അപ്പോളോ 13 എന്ന